എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത്. ശരിക്കും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ല, ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ എന്ന് പറയുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ആളുകൾക്ക് അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇത് എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കുക എന്നും അതിന് എത്ര സമയം അത് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമെന്നും എന്തൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല മോട്ടിവേഷനും നല്ല സജഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന കാലം മുതൽ ഇങ്ങനെ ജീവിക്കുകയും പല കാര്യങ്ങളും മുതിർന്നവർ അല്ലെങ്കിൽ മുന്നേ കടന്നുപോയ ആളുകളെ കണ്ട് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മളിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ്, കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് എനർജി, ആ ഒരു രീതിയിൽ ഡോമിനേറ്റീവ് എനർജി അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മളുടെ ആ ഒരു സ്വഭാവ സവിശേഷത, ഇങ്ങനെ ആ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലതും നമ്മളുടെ മുന്നിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതിവിശേഷവും എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ വളരെ സ്റ്റാഗ്നന്റ് പൊസിഷനിൽ ജീവിതത്തിൽ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഒക്കെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വളരെ ശക്തമാണെന്നും അതിന് ഈ ഒരു തരത്തിലുള്ള ജീവിതം നയിച്ചു പോയാൽ പോരാന്നും അതിന് ഒരു ലൈഫ് പർപ്പസ് ഉണ്ട്. നിങ്ങളെ ഭൂമിയിലേക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ വിട്ടതിനൊരു ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അപ്പോൾ എത്തിച്ചേർന്നില്ലെങ്കിലും അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്ത് സോൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ രീതിയിൽ നിങ്ങളെ ഒന്ന് ഇവോൾവ് ചെയ്ത് ഉയർത്തി ഒക്കെ ഒരു പുതിയ വ്യക്തിത്വമായി ഒക്കെ ഒന്ന് ഉയർത്തിയെടുക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായതുകൊണ്ട് ഈശ്വരനായിട്ട് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് ഒക്കെ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എല്ലാം തകർന്ന് തരിപ്പണമാവുന്ന രീതിയിൽ നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ നിങ്ങളിൽ വന്ന് ഭവിക്കുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയാണ്. നമ്മളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു രീതി, നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് എല്ലാം നഷ്ടമായി പോകുന്ന രീതി. അത് ജോലിയാവാം, റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു മാനസിക അകലമാവാം, നമ്മളുടെ അസ്തിത്വം തന്നെ, എക്സിസ്റ്റൻസ് തന്നെ, നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കൂടെയുള്ളവർക്കൊന്നും ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്നുള്ളൊരു 100,000 ചോദ്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വരികയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ ഡീപ്പ് ഡൗൺ ആയിട്ട് പെയിൻ എന്ന് പറയുന്ന, വേദന എന്ന് പറയുന്ന പല രീതിയിലും നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ നിന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഹീല് ചെയ്ത് മൊത്തത്തിൽ നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് ഒരു പുതിയ വെർഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പാമ്പൊക്കെ പടം പൊഴിച്ച് കളയുന്നത് പോലെ പടം പൊഴിച്ച് കളയുക എന്ന് പറയുമ്പോൾ അതിനൊരു പുതിയ സ്കിൻ അവിടെ ഗ്രോ ചെയ്ത് പുതിയൊരു ജീവിയായിട്ട് മാറുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നത് പോലെ നമുക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരുത്തി നമ്മളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്, നമ്മൾ പുറത്തേക്ക് ജീവിതത്തിനെ നോക്കുന്ന രീതി, നമ്മളുടെ പലതിലും നമ്മൾ അറ്റാച്ച്ഡായി അഡിക്റ്റഡായി നിൽക്കുന്ന ഒരവസ്ഥയും പലരിൽ നിന്നും നമ്മൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നൊക്കെ ഒരു ന്യൂ വെർഷനിലേക്ക് നിങ്ങളെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ പലതവണ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഹീലിംഗ് നമുക്ക് നടന്നില്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് വേണോ അന്നേരം എല്ലാം ആ ഒരു രീതിയിലേക്ക് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് ഈശ്വരീയ ചൈതന്യം നമ്മളെ അതിലേക്ക് പുഷ് ചെയ്ത് വിടും. അപ്പോൾ അവിടെ അതിന് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും.
അപ്പോൾ അതിന് ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം പോലത്തെ വ്യക്തി നമ്മളുടെ മുന്നിൽ വരികയും നമ്മൾ വല്ലാതെ അവരിൽ എന്താ അവരെ ഇങ്ങനെ കണ്ടേ അല്ലെങ്കിൽ കാണാനായിട്ട് പിന്നെ ആഗ്രഹം തോന്നുന്നത്, എന്താ എൻ്റെ മനസ്സിലിങ്ങനെ അവരെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ റാൻഡമായിട്ട് കയറി വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ മുന്നിൽ വരികയും പിന്നെ നമുക്കതിൽ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ ആവുകയും നമ്മളുടെ ആ ഒരു നോർമൽ ലൈഫിൽ നമുക്ക് ആ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റാതെ അന്നേരം എല്ലാം ഇവരുടെ ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒക്കെ അത്തരത്തിൽ പല അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ വരികയും നമ്മളെ ഒരിക്കലും ആ പഴയ രീതിയിൽ ആ സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത രീതിയിൽ നമ്മൾ വളരെയധികം ജീവിതം നിന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അതിൽ നിന്ന് നമ്മളുടെ കർമ്മ നമ്മൾ നേരത്തെ ചെയ്തു കൂട്ടിയ അറിഞ്ഞോ അറിയാതെയൊക്കെ ആണെങ്കിൽ മുൻ ജന്മങ്ങളിൽ ഒക്കെ ചെയ്തു കൂട്ടിയ പലതരത്തിലുള്ള കർമ്മങ്ങൾ അവിടെ നമ്മളെ ആ ഒരു രീതിയിൽ പോയിന്റ് ചെയ്യുകയും അതിൽ നിന്നെല്ലാം നമ്മൾ ഒന്ന് മാറാനായിട്ട് ശ്രമിക്കുകയും പുതിയൊരു വ്യക്തിയായി മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അവിടെ അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ പേരൻസിനോട് പോലും ചിലപ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥ, ആരോട് പോയി എൻ്റെ പ്രശ്നങ്ങൾ പറയും എന്നുള്ളൊരു സ്ഥിതിവിശേഷം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുക, പണം അല്ലെങ്കിൽ നല്ല ജോലി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അങ്ങനെ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു എത്തും പിടിയും ഇല്ലാതെ നമുക്ക് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ആ ഒരു രീതി. അങ്ങനെ ഒക്കെ വരുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു തലം ഒരു മനുഷ്യനെ ഒരിക്കലും ഉയരാനും വളരാനും അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നടന്നു നീങ്ങാൻ ഉയർന്നു വരാനായിട്ടൊന്നും സമ്മതിക്കാത്ത നമ്മളുടെ ഈഗോ എന്ന് പറയുന്നത് പതുക്കെ ഇങ്ങനെ വളരെയധികം അതിന് ക്രാക്ക് സംഭവിക്കുകയും അതിലൂടെയൊക്കെ വെളിച്ചം ആ ഒരു സോൾ ലെവലിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന ആ ഒരു രീതിയും അങ്ങനെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന പല രീതിയിലും അത് പതുക്കെ അലിഞ്ഞ് ഇല്ലാതെയായി അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി വീണതിന് ശേഷം അത് പതുക്കെ ഇല്ലാതെ ആയിക്കൊണ്ട് നമ്മളെ ഒരു പുതിയ രീതിയായി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചുകൊണ്ട് പുതിയൊരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൂചനകൾ എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇതൊരു കംപ്ലീറ്റ് ഡീപ്പായിട്ടുള്ളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാം. അന്നേരം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഈ കാര്യം പറയാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കാം ഇങ്ങനത്തെ അനുഭവങ്ങൾ ആ ഒരു രീതിയിൽ വരാം, ചിലപ്പോൾ എനിക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥയാവാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തികളോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്നെ മനസ്സിലാവുന്നില്ല, ഞാൻ പിന്നെ ഇന്ന ആളോട് പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാനിതൊക്കെ ആരോട് പറയും എന്നുള്ള രീതിയിൽ ഒന്നും ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഏത് വാതിലിന് മുട്ടിയാലും തുറക്കാത്ത രീതിയിൽ ഒടുവിൽ ഈശ്വരന് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ. എന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഡീപ് ഡൗൺ ആയിട്ടുള്ള ഒരു പിറ്റിലേക്ക് കൊണ്ട് ഇട്ടതും ഈശ്വരനാണെങ്കിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോകാനായിട്ടുള്ളതെല്ലാം ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തന്നെ എന്നെ സഹായിക്കും എന്നുള്ള രീതിയിൽ ഈശ്വരന് മാത്രമേ ഇതെല്ലാം അറിയൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ എത്തുക. അങ്ങനെ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടും ഒരു ഒന്നും നമ്മളുടെ ചിന്തയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്നിന് പുറകെയായിട്ട് നെഗറ്റിവിറ്റി ഇങ്ങനെ വന്ന് കുന്നുകൂടുന്ന ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുക. അതാണ് ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെവി ഈഗോ ഉള്ളവർക്ക് എങ്ങനെയാണ് ഹെവി ഈഗോ നമ്മളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പാസ്റ്റ് ട്രോമാസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലം മുതൽ നമ്മളിലേക്ക് തന്ന ആ ഒരു അനുഭവങ്ങൾ അത്തരത്തിലായതുകൊണ്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ മുൻജന്മങ്ങളിൽ ഉള്ള കർമ്മയുടെ ബാഗേജ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലൊക്കെ ആ ഒരു ഹെവി ഈഗോ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊന്നും ഇത് അങ്ങനെ തകർന്ന് തരിപ്പണമായി വീഴുകയും അത് പതുക്കെ ഡിസോൾവായി നമ്മൾക്കതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ എല്ലാം നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിച്ചാൽ ഇതിൽ നിന്ന് എത്ര പെട്ടെന്ന് വേണമെങ്കിലും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ
അല്ലെങ്കിൽ കൂട്ടുകാർ, അവർക്കൊന്നും ഇതുപോലത്തെ അനുഭവങ്ങളില്ല. അവരെല്ലാം ലൈഫ് വളരെ അമേസിങ് ആയിട്ട് ഒക്കെ അവർ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുന്നു, എല്ലാ രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒന്നിനും ഒരു ഉത്തരം കിട്ടാത്ത രീതിയിൽ ജീവിതം നിന്നു പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഈഗോ ഡെത്തിൻ്റെ സൂചനകൾ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ, പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർക്കുള്ളതാണ്. അപ്പം അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് വളരെ ശക്തമായതുകൊണ്ട് ഈ കാലം മൊത്തം നമ്മൾ ഭൂമിയിൽ വരിക, ഒരു ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്മെൻറ്റ്സ് എല്ലാം വരിക, അത് കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടു പോവുക എന്നുള്ളൊരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്താൽ പോരാ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മളുടെ ഈ മനസ്സിൻ്റെ തലം എന്ന് പറയുന്നത് പൊട്ടിച്ചുകൊണ്ട് ഒരു ആത്മീയ തലത്തിലേക്ക് ആ വെളിച്ചത്തിനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ പുഷ് ചെയ്ത് ആ ഒരു വലിയ ആ ഒരു തിരിച്ചറിവിലേക്കൊക്കെ എത്തിച്ചേരണം. അപ്പോൾ അതിന് വലിയ സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ നടക്കണം. ഈശ്വരൻ എന്താണ്, പ്രപഞ്ചശക്തിയാണ് എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള വേദന അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളിലേക്ക് തന്നാൽ മാത്രമേ, വേറെ ആർക്കും പറഞ്ഞിട്ടും അതൊരു കാര്യമില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ നമ്മളുടെ ചുറ്റിനുമുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യത്തിനൊന്നും ഉത്തരം കിട്ടണമെങ്കിൽ അത് ഈശ്വരീയ ചൈതന്യത്തിലേക്ക് തന്നെ നമ്മൾ നടന്ന് എത്തണം എന്നുള്ള രീതിയിൽ, നമ്മൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ആ ഒരു ഡിവൈൻ ഫോഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് ആ ഒരു സമാധാനം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത് വളരെ ശക്തമാണെന്നുള്ള റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ നമ്മൾക്ക് ഉണ്ടാവുക. ഒരു സെൽഫ് ഡിസ്കവറി പോലെ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താണെന്നോ എന്നിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. ചുറ്റിനുള്ള ആളുകൾ എത്ര നെഗറ്റിവിറ്റി നമ്മളിലേക്ക് തന്നാലും ഞാൻ ആ നെഗറ്റിവിറ്റിയിൽ വീഴില്ല, ഞാൻ വളരെ പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളുടെ മുന്നിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ വളരെ സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ എത്തണം എന്ന് ആ ഒരു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സോളിന് ഉണ്ട്, ആത്മാവിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈശ്വരീയ ചൈതന്യം നിങ്ങളെ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഇത് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഉത്തരവില്ല. കാരണം ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമുക്കത് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അസെൻഡഡ് മാസ്റ്റേഴ്സ് ആയിട്ട് ആ ഒരു ലെവലിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് ആ ഒരു മാനവരാശിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, അത്രയും ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈഗോ എന്ന് പറയുന്നത് ഇല്ലാതെയാവും. ഈഗോ എന്ന് പറയുന്നത് ഒന്ന് ഇല്ലാതെയാവും. എൻ്റെ മുന്നിൽ ഒരാൾ വന്ന് എന്തെല്ലാം ട്രിഗറിങ് തന്നാലും, എത്ര നെഗറ്റിവിറ്റി തന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതിലേക്കൊന്നും ഞാൻ ഫോക്കസ് ചെയ്യേണ്ട. അത് അവരുടെ കുറവാണ്, അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ പരിമിതിയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അത്തരത്തിലായതുകൊണ്ട് അവരതങ്ങനെ പ്രവർത്തിക്കുന്നു. ഞാനതിൽ വീണു പോകണ്ട. എൻ്റെ ആ ഒരു വിലയോ അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മൂല്യമോ കുറഞ്ഞതുകൊണ്ടല്ല അവരങ്ങനെ പ്രവർത്തിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവുകയും അങ്ങനെ അതിൽ നിന്ന് നടന്നു നീങ്ങിക്കൊണ്ട് അൺകണ്ടീഷണലായിട്ട് വിതൗട്ട് എനി നോംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്തു പോകാതെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ സ്നേഹമാണെങ്കിലും സമയമാണെങ്കിലും സേവനമാണെങ്കിലും ഒക്കെ കൊടുക്കാനായിട്ടുള്ളൊരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരിക. അതാണ് കംപ്ലീറ്റ് ആയിട്ടും ഈഗോയ്ക്ക് ഡെത്ത് സംഭവിക്കുന്നത്. എന്നാൽ ഒരു 100% ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ഒരു 80% പേർക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഈഗോയ്ക്ക് ഡെത്ത് സംഭവിക്കുന്നില്ല. ഒരു ചെറിയ രീതിയിലുള്ളൊരു ഈഗോ അവിടെ ഉണ്ടാവും. അത് എന്ന് പറയുന്നത് അവിടെ അപ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്ത എന്ന് പറയുന്ന മനസ്സ് വിട്ടിട്ട് സോൾ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആവും. എന്തനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും അതിന് നമ്മൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യാതെ എന്താ അവർ എന്നോടിത് ചെയ്തേ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് അത് വന്നു, അത് സാരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വളരെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും സ്പിരിച്വലി വളരെ ഓപ്പൺ ആവുകയും നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഹൊപ്പോനൊപ്പോനോ പോലത്തെ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ വൂൺസും അത്തരത്തിലുള്ള ട്രോമാസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും നമ്മളെ വേദനിപ്പിക്കുന്നില്ല.
ആരും നമ്മളെ വേദനിപ്പിക്കുന്നില്ല. നമ്മൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ഒക്കെ വളരെ ബാലൻസ്ഡ് ആയിട്ട്, വളരെ പീസ്ഫുള്ളായിട്ട്, വളരെ സ്റ്റേബിളായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനും ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ അത് നമ്മളെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ഈഗോ പുതിയ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. നമ്മളൊരു കിണറ്റിൽ കിടന്നിട്ട് എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ, ഇനി ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല, അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കരഞ്ഞും വിളിച്ചും ഈശ്വരനെ നമ്മൾ ബ്ലെയിം ചെയ്തു, എന്തിനിങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് തന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളിലേക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെ പുറത്തേക്ക് പോവുകയും അത് തന്നെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ടു പോകും. അതിന് പകരം എല്ലാം ഈശ്വരനിലേക്ക് കൊടുത്തിട്ട് എല്ലാത്തിനും ഫോർ എവറിത്തിങ് ദർ ഇസ് എ റീസൺ എന്ന് പറയുന്നത് പോലെ ഈ ഒരു സാഹചര്യത്തിലൂടെ എനിക്ക് കടന്നു പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അപ്പോൾ അത് ഈശ്വരീയ ചൈതന്യത്തിനറിയാം. എൻ്റെ ഒരു കുഞ്ഞു 2 കണ്ണുകൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു തലച്ചോറ് കൊണ്ടോ ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറം എൻ്റെ സുപ്രീം പേരൻ്റായിട്ടുള്ള യൂണിവേഴ്സൽ ഫോഴ്സിന് അറിയാം. അതുകൊണ്ട് എല്ലാം അവിടേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു സോൾ ലെവലിലേക്കുള്ള റിവോൾവിങ്ങും ഷിഫ്റ്റിങ്ങും ഒക്കെ അവിടെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് പുറത്തു വരാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കുക. അപ്പോൾ പുറത്ത് കടക്കാനായിട്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി സമയം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിന്ന് അതിന് ഇനിഷ്യേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് പോലെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് കടക്കുക എന്ന് ചോദിച്ചാൽ എല്ലാ വ്യക്തികളും ഈ ഒരു സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ആദ്യം പഴിക്കുക, നമ്മളെ സൃഷ്ടിച്ച ഈശ്വരനെ അതുപോലെ പഴിക്കുക. എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ബന്ധുക്കൾ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു തലത്തിൽ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾ, അവർക്കാർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല, ആരോട് പറഞ്ഞാലും അവർ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് സാധാരണ വ്യക്തികളെ പോലെ ഒക്കെ അങ്ങ് ജീവിച്ചു പോയാൽ പോരെ എന്നുള്ള രീതിയിൽ അവർ ക്രിട്ടിസൈസ് ചെയ്യുകയും 100,000 ചോദ്യം നമ്മളോട് ചോദിക്കുകയും വലിയ നെഗറ്റിവിറ്റിയുടെ ആ ഒരു അസ്ത്രങ്ങളെല്ലാം നമ്മളിലേക്ക് കുത്തി നിറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിന് ഈശ്വരനെയും ബ്ലെയിം ചെയ്ത് നമ്മളെയും ബ്ലെയിം ചെയ്ത് നമ്മളൊരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയാൽ അതിന് യാതൊരു മാറ്റവുമില്ലാതെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു പോകും. നമ്മളൊരു ചതുപ്പിൽ കാലിങ്ങനെ കൊഴുത്തി വെച്ച് ആ ഒരു രീതിയിൽ നിൽക്കുന്നത് പോലെ അവിടെ ഒന്നും സംഭവിക്കാതെ എത്ര കാലം വേണമെങ്കിലും ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഗ്നന്റ് പൊസിഷനിൽ നമ്മളുടെ ജീവിതം പോകും. അപ്പോൾ അതിന് പകരം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ടഗ് ഓഫ് വാർ ആണ് നടക്കുന്നത്. അതായത് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്ന ആ ഒരു തലം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീണ കാലം മുതൽ നമ്മൾ മുന്നേ ഉള്ള ആളുകളെ നോക്കി ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ട്രഡീഷൻസ് കസ്റ്റംസ് എല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അവിടെ എത്ര നെഗറ്റിവിറ്റി വന്നാലും നേരത്തെ പോയ അവർക്കും ഇത് തന്നെയാണ് അനുഭവം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഇതാണ് അനുഭവം, അപ്പോൾ അതാണ് ജീവിതം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കൈപ്പേറിയ അനുഭവങ്ങളെയെല്ലാം ഇങ്ങനെ നമ്മളിൽ തന്നെ സപ്രസ് ചെയ്ത് വലിച്ച് അല്ലെങ്കിൽ ഇറക്കി നമ്മൾ ആ ഒരു രീതിയിൽ ജീവിച്ച് പോകുമ്പോൾ നമുക്ക് പലതിനോടും അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്, അഡിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോളിങ് ഇഷ്യൂസ് ഉണ്ട്, ഡോമിനേറ്റീവ് നേച്ചർ ഉണ്ട്, പൊസസീവ്നെസ് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം അങ്ങനെ എൻ്റേതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുറുക്കെ പിടിക്കുമ്പോൾ ഇതൊന്നും നമ്മുടെയല്ല, ഇതൊന്നും നമ്മുടെ കൈകളിൽ നിൽക്കുന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നുമില്ല, നമ്മൾ ആവശ്യത്തിന് തേടുമ്പോൾ അതൊന്നും നമ്മളുടെ മുന്നിലില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് ലിവിങ് വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്നുള്ളൊരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു തലത്തിൽ നിന്ന് ചെറിയ ക്രാക്കൊക്കെ വീണ് ആ ഒരു ഈ സോളിൻ്റെ ആ ഒരു ഇവോൾവിങ് നമ്മളെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ അതിലേക്ക് മാടി വിളിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ
മനസ്സ് പറയും വേണ്ട വേണ്ട വേണ്ട, അത്തരത്തിലൊന്നും പോകണ്ട, അങ്ങനെയൊക്കെ പോകാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സ് അല്ലെങ്കിൽ ഈഗോ നമ്മളെ താഴേക്ക് പിടിച്ചു വലിക്കുകയും, അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ഇതൊന്നും അല്ല. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു ആത്മാവിന് വേണ്ടത് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയ ഒരു പുറം ലോകം ഇനിയും കാണാനിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഉയരണ്ടേ, അല്ലെങ്കിൽ വളരണ്ടേ, ആ ഒരു രീതിയിലേക്ക് പോകണ്ടേ, ആ ഒരു ജേണിയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ വരുന്നോ എന്നുള്ള രീതിയിൽ ആത്മാവ് നിങ്ങളെ അതിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാടി വിളിക്കാനായിട്ട് നമ്മളെ അതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. അപ്പോൾ മനസ്സ് ഇങ്ങോട്ട് വലിക്കും, ആത്മാവ് അങ്ങോട്ട് വലിക്കും. ആ ഒരു ടഗ് ഓഫ് വാറാണ് ശരിക്കും ഡാർക്ക് നൈറ്റ് ഓഫ് ദ ഈഗോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്താഗതി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മൾ ഒരു ചുരുണ്ടുകൂടി ഒരു ഇരുട്ടറയിലേക്ക് ആരും കാണാതെ ഒതുങ്ങിക്കൂടി കരഞ്ഞു വിളിച്ച് അങ്ങനെ ഇരിക്കാനായിട്ട് നമ്മളുടെ മനസ്സ് പറയുമ്പോൾ, അത് ചെയ്യാതെ എന്താണ് ആത്മാവ് നമ്മളിലേക്ക് പറയുന്നത്? ആത്മാവാണ് ശക്തി, ആത്മാവാണ് ആ ഒരു ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾക്ക് എല്ലാം നശിച്ചു പോകുന്ന ശരീരമോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്താഗതിയോ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ട് വളരെ ഫാസ്റ്റായിട്ടല്ല, പതുക്കെ 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 നമ്മളുടെ മുന്നിൽ ആ ഒരു പ്രപഞ്ചശക്തി നമ്മളുടെ മുന്നിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒരു പടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ആനിമലാവാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡറിൻ്റെ ഒരു ടോക്കാവാം, അല്ലെങ്കിൽ ഒരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിരിക്കാം. എന്തായാലും അതിനെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഒന്ന് സ്വീകരിച്ചുകൊണ്ട് ഇതിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പഴുതുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് നമ്മളുടെ ഹൃദയം ഒന്ന് തുറന്ന് നമ്മളെ തന്നെ ഒന്ന് തുറന്ന് വെച്ചുകൊണ്ട് നമ്മൾ സോൾ ലെവലിലേക്ക് ഉയരാൻ വേണ്ടി, സോളിങ്ങനെ ആ ഒരു ജേണിയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് പതുക്കെ പതുക്കെ ബേബി സ്റ്റെപ്സ് ഒക്കെ വെച്ച് അതിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കുറച്ച് വർക്കുകൾ ചെയ്യുക. ഈ നമ്മളുടെ ഈഗോ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിനെ വെടിഞ്ഞുകൊണ്ട് ഞാനെന്ന് പറയുന്ന ഒന്നുമല്ലെന്നും പ്രപഞ്ചശക്തിയാണ് എല്ലാമെന്നും, അവിടെ നമ്മൾ ഒരു പോയിന്റ് ഓഫ് എനർജി പോലെ ആ പാദങ്ങളിൽ ഇരിക്കുന്ന വെറും ഒരു കുഞ്ഞ് എനർജിയാണെന്നും, അപ്പോൾ ആ പ്രപഞ്ചശക്തിയിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്താൽ ആ ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നയിച്ചോളും, നടത്തിക്കോളും എന്നുള്ളൊരു സത്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് ഉയരുക. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഉയരുമ്പോൾ നമുക്ക് കുറച്ച് നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ, ഒരല്പനേരം മെഡിറ്റേഷൻ ചെയ്യാൻ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ, ഹൊപ്പോനോപോനോ പ്രാക്ടീസ് ചെയ്യാൻ, എന്നെ തന്നെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെല്ലാം എൻ്റെ കൂടെ വേണം, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ചിന്താഗതിയെല്ലാം വെടിഞ്ഞതിന് ശേഷം ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്, എനിക്കെന്താണ് ഈ ഭൂമിയിൽ ഉള്ള വില, ഇതെന്താണെന്ന് ഞാൻ തന്നെ എനിക്ക് വിലയിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ കൊടുത്ത് നമ്മൾക്ക് തന്നെ ഒരു ചിട്ടാവട്ടം റുട്ടീൻ ഒക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ ഒന്ന് ഉയർത്തി നിർത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മാവ് നമ്മളിലേക്ക് എന്തെല്ലാം ചിന്തകൾ കൊണ്ടുവരുന്നോ അതിനെയെല്ലാം അടഞ്ഞ വാതിൽ പോലെ അടച്ചു കളയാതെ അതിനെ തുറന്നുകൊണ്ട് നമ്മൾ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് നടന്നു നീങ്ങാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആത്മാവിൻ്റെ കൂടെ ആ ഒരു വെളിച്ചത്തിലേക്ക് നമ്മളെ മാടി വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ നടക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയാണ് ഈ ഒരു ഈഗോ ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട്, ഫാസ്റ്റായിട്ട് കിടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാനിവിടെ പറഞ്ഞതുപോലെ സറണ്ടറിങ് ടു ദ ഹോൾ യൂണിവേഴ്സ്, പ്രപഞ്ചശക്തിയിലേക്ക് നമ്മളെ തന്നെ അങ്ങ് സറണ്ടർ ചെയ്യുക. എൻ്റെ സൗന്ദര്യം, എൻ്റെ ഫിസിക്കൽ അറ്റയർ അല്ലെങ്കിൽ ഫിസിക്കൽ ബ്യൂട്ടി, എൻ്റെ ഫിസിക്കൽ ഹൈറ്റ്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത്, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് ആൻസസ്ട്രൽ ലെവലിൽ കിട്ടിയ പണം, ധനം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്നുള്ള ഈ ചിന്താഗതികളെ എല്ലാം വെടിഞ്ഞതിന് ശേഷം ഒന്നും അല്ലെന്നും ഞാൻ പ്രപഞ്ചശക്തിയുടെ ഒരു കുഞ്ഞാണെന്നും ആ ഒരു യുണീക്ക് ക്രിയേഷൻ, ഞാനെന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഇൻബൗണ്ട് ആയിട്ടുള്ള ടാലൻസ് ഒന്നും
തൊട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആർക്കും അതില്ലെന്നും അങ്ങനെ ഒരു യുണീക്കായിട്ടുള്ളൊരു ക്രിയേഷനാണ് ഞാനെന്നുള്ളൊരു തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിലേക്ക് നമ്മളെ അർപ്പിക്കുന്ന ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ സറണ്ടർ ചെയ്ത് നമ്മൾ എന്തെല്ലാം നമ്മളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്നോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ട് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ഫൊർഗീവ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് സറണ്ടർ ചെയ്യുക. എന്ത് വരുന്നോ നെഗറ്റീവായാലും പോസിറ്റീവായാലും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആ ഒരു ഹൃദയം ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു റിസീവിങ് മോഡിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളും കാണും. അതും നമ്മൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചുകൊണ്ട് എന്തെൻ്റെ മുന്നിൽ വരുന്നോ അത് എൻ്റെ സമയം കഴിയുമ്പോൾ എന്നിൽ നിന്ന് അത് കടന്നു പോകും. ഒന്നും അവിടെ സ്ഥായിയായി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എല്ലാത്തിനും മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതും കടന്നു പോകും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഫ്രെയിമിങ്. അതായത് നമ്മളുടെ മുന്നിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ്, ഓപ്പർച്യൂണിറ്റീസ്, ആളുകൾ, വ്യക്തികൾ, വാർത്തകളൊക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഡീപ്പ് ഡൗൺ ആയിട്ട് അതിലേക്ക് വീണുപോയി അതിൽ ഓവർ തിങ്ക് ചെയ്ത് നേരത്തെ പാസ്റ്റിൽ നടന്ന കാര്യവുമായിട്ട് അതിനെ മിങ്കിൾ ചെയ്ത് ഒന്നും നിൽക്കാതെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിയിൽ ഫ്യൂച്ചറിൽ കിടക്കുന്നതേ ഉള്ളെന്ന് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റിൽ പ്രസൻ്റായിട്ട് എന്ത് കാര്യങ്ങൾ വരുന്നോ അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ വളരെ പോസിറ്റീവായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിൽ എന്ത് നെഗറ്റിവിറ്റി വന്നാലും അതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചില്ലെങ്കിൽ ഒരു പുതിയ ഈഗോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് സ്പിരിച്വലി വളരെ ഓപ്പൺ ആയിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്രാസ് ചാൻറ്റ് ചെയ്യാം, അഫർമേഷൻസ് കൊടുക്കാം. അതായത് എത്ര നെഗറ്റിവിറ്റി നമ്മളുടെ മുന്നിൽ വരുമ്പോഴും അവിടെ പ്രപഞ്ചശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുന്നിൽ തന്നതിന് പ്രപഞ്ചശക്തിയോട് വളരെയധികം കോടാനുകോടി പ്രണാമം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ തന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നത് എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അതിനെ റിസീവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഐ ആം റിലീസിങ്. അതവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എൻ്റെ ഭയത്തിനെ ഞാൻ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിനെ ഞാൻ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ് പോലത്തെ സാധനങ്ങളെല്ലാം ഞാൻ റിലീസ് ചെയ്യുന്നു. എങ്ങനെയായാലും ഐ ആം റിലീസിങ് ഇന്നത് 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 എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. അത് കഴിഞ്ഞിട്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റിയോടെ കടന്നു പോവുകയും എൻ്റെ ഉള്ളിലുള്ള ഡീപ്പ് ഡൗൺ ആയിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു പെയിനെ എല്ലാം ഞാൻ ഇങ്ങനെ ആ ഒരു ഉമിത്തി പോലെ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കാതെ അതിനെല്ലാം വലിച്ചു പുറത്തിട്ട് ആ ഒരു രീതിയിൽ എല്ലാത്തിനെയും വെളിയിൽ കളഞ്ഞ് ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് ഞാൻ വളരെ സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകാനും ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എന്നെ എത്തിക്കാനും ആ ഒരു രീതിയിൽ എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കാനും എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇത്രയും വലിയ ബാഗേജ് വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ വലിയ ഭാരമായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ഉള്ളിൽ യാതൊരു ഭാരവുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു തലത്തിലേക്ക് ആ ഒരു സോൾ ലെവലിലേക്കൊക്കെ ഉയർത്തി നിർത്തിയ പ്രപഞ്ചശക്തിക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ആ ഒരു രീതിയിൽ അഫർമേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മന്ത്രാസ് ചാൻറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ ഒന്നിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രാസ് ചാൻറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ഒരുപാട് വേദനിപ്പിച്ച് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, വ്യക്തികളൊക്കെ പിന്നെയും കറങ്ങി കറങ്ങി നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ പ്രപഞ്ചശക്തി പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, നമ്മൾ ആ വേദനയിലേക്ക് പിന്നെയും പോയാൽ ആ ഒരു ഡാർക്ക് നെറ്റ് ഓഫ് ദ ഈഗോയിലേക്ക് പിന്നെയും നമ്മൾ കറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ കയ്യിലല്ല കുഴപ്പം, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ വളരെ സ്റ്റേബിളായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും എൻ്റെ ജീവിതത്തിനെ എൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻറ്റോടുകൂടി അവരുടെ മുന്നിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രപഞ്ചശക്തി തന്ന എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ അർത്ഥം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് റീഫ്രെയിം ചെയ്യുക. നമ്മളുടെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുത്തുകൊണ്ട് ആ ഒരു ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വരിക. അതായത് എന്നിൽ ഒരു വിശ്വാസമുണ്ട്. അതായത് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോടാനുകോടി ദൂരത്തിൽ ഇരിക്കുന്ന ഒന്നല്ല.
അത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലിരിക്കുന്നതാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് ലോകമാതാവായിട്ടുള്ള ആദിപരാശക്തിയായ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ശക്തിയാണെങ്കിലും ആ ഒരു ശക്തി എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അതെപ്പോഴും ഇങ്ങനെ പ്രഭാപൂരിതമായിട്ട് സൗന്ദര്യത്തോടെ ശക്തിമയിയായിട്ടൊക്കെ എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ ആ ഒരു ഏതൊരു ലെവലിലേക്ക് എൻ്റെ ലൈഫ് പർപ്പസിലേക്ക് എത്തിച്ചു തരണോ അതിലേക്ക് ഞാൻ നടന്ന് അടുക്കും, അല്ലെങ്കിൽ എന്നെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും. യാതൊരു തരത്തിലുള്ള ഡബിൾ എനർജി, ഡീമൻ എനർജി എന്നിൽ പ്രവർത്തിക്കില്ല. കാരണം എന്നിലുള്ള ഡബിൾ എനർജിയെ എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയെ പോലെ ഞാനിങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുമ്പോൾ മായാവലയങ്ങളിൽ, ചാബല്യങ്ങളിൽ, ചഞ്ചലതകളിലൊന്നും അങ്ങനെ വീണു പോകാതെ എൻ്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിലേക്ക് മാത്രം നമ്മൾ എനർജി കൊടുക്കുക, മുന്നോട്ട് സഞ്ചരിച്ചു പോകാനായിട്ട് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ആ ഒരു വളരെ പോസിറ്റീവായിട്ട്, വളരെ പവർഫുള്ളായിട്ട് ഒരു സോൾ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. സമൂഹത്തിൽ പല പല കാര്യങ്ങൾ, സംഭവങ്ങൾ ഒക്കെ നടക്കുമ്പോഴും അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനും അതിന് നമ്മൾ നെഗറ്റീവ് ആവാനും ഒന്നും പോകാതെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർക്ക് കിട്ടും. അപ്പോൾ ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്ത് അതെല്ലാം ധർമ്മങ്ങളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതിനുള്ള ഫലം എനിക്ക് കിട്ടും. സന്തോഷം, സമാധാനം ഒക്കെ കിട്ടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മളിലുള്ള ഈശ്വരീയ ചൈതന്യത്തിനെ അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡ്യൂഷൻ വളരെ ഷാർപ്പാക്കിക്കൊണ്ട് ആ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത് ശരിയായിരിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഫോക്കസ് ചെയ്യാതെ എല്ലാം ഈശ്വരീയ ചൈതന്യത്തിലേക്ക് നമ്മളെ കൊടുക്കുക. സറണ്ടർ ചെയ്ത് നമ്മളെ തന്നെ അങ്ങ് കൊടുക്കുമ്പോൾ ആ ഒരു ശക്തി നമ്മളിലൂടെ ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ നമ്മളെ ശരിയായ ദിശയിലേക്ക് മാത്രമേ നയിക്കൂ എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് നമ്മളെ വളരെ ഫ്രീ ആയിക്കൊണ്ട് ലൈഫ് വളരെ അമേസിംഗ് ആയിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാനും, അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മളിനി പുറത്ത് വരുമ്പോൾ ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി നല്ല പുതിയൊരു പെർസ്പെക്റ്റീവ്നെസ്സിലൊക്കെ ജീവിതം നോക്കി കാണുന്ന ഒരു ലെവലിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അങ്ങനെ അത് എത്തിച്ചേരുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ കോഴ്സിനോട് വളരെ ഗ്രേറ്റ്ഫുള്ളാവും. ആ ഒരു പഴയ വ്യക്തിയിൽ നിന്ന് ഒരു പുതിയ വ്യക്തിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എത്തിയപ്പോൾ ഇപ്പോൾ എനിക്ക് ജീവിതത്തിനെ നോക്കിക്കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസും വ്യക്തികളും വരുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു തേർഡ് ഐ പവറിലൂടെയൊക്കെ കാര്യങ്ങൾ കാണാനും അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തതെന്ന് കറക്റ്റായിട്ട് വേർതിരിച്ച് ആ ഒരു രീതിയിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയി ലൈഫ് വളരെ സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. എല്ലാം എൻ്റെ കൈപ്പിടിയിൽ തന്നെ നിർത്തിക്കൊണ്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ നമുക്ക് ഉയരാനായിട്ട് ആ ഒരു പ്രപഞ്ചശക്തി നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി